ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരൊരിക്കലും RSSന്റെ പ്രത്യയശാസ്ത്രവുമായിട്ട് ചേരുന്നവരോ വിചാരധാരയുടെ ചിന്തകളോട് സമരസപ്പെടുന്നവരോ അല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സാമാന്യം രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഉള്ളവരാണ്. പക്ഷേ ഈ പല രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു RSS സംഘപരിവാർ ബന്ധം ബോധപൂർവം ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നതൊക്കെ സാധാരണ വിശ്വാസികളല്ല, അങ്ങ് മുകളിലുള്ളവരാണ്, മേൽത്തട്ടിലുള്ളവരാണ്. ഇവിടുത്തെ സാധാരണക്കാർ ഒരിക്കലും സംഘപരിവാർ ആശയങ്ങളോട് സമരസപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വാസികൾ. പക്ഷെ ഒരു ന്യൂനപക്ഷമുണ്ട്, അതിൽ അവരെ ബോധപൂർവ്വം വളർത്തിയെടുത്താണ്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ്? സംഭവിച്ചെന്ന് വെച്ചാൽ സഭയ്ക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ വന്നു, ചിലർക്ക് ചില പ്രധാനപ്പെട്ട കേസുകളിൽ പെട്ടു. അതുപോലെ തന്നെ ചില ധാർമ്മികമായ ശക്തി കുറഞ്ഞു. നേതൃത്വത്തിൽ പലപ്പോഴും ധാർമ്മികമായ ശക്തിക്ക് അപജയം സംഭവിച്ചു, സ്കാം നടന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബിഷപ്പിനെതിരെ ലൈംഗിക ആരോപണം വന്നു, മറ്റ് അനവധി അതുപോലെ കാര്യങ്ങൾ. അപ്പോഴൊക്കെ സഭ ആരുടെ കൂടെയായിരുന്നു? സഭാ നേതൃത്വം ആരുടെ കൂടെയായിരുന്നു? ഈ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗിക വിഭാഗം പലപ്പോഴും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ലാൻഡ് സ്കാമിന്റെ കാര്യത്തിൽ ആരുടെ കൂടെ നിന്ന്? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ധാർമ്മിക അപജയം സംഭവിക്കുമ്പോൾ, നമ്മുടെ ധാർമ്മിക ശക്തി ചോരുമ്പോൾ നമുക്ക് താങ്ങ് വേണം, തണല് വേണം. ഈ താങ്ങും തണലും കൊടുക്കാൻ ഏറ്റവും കഴിവുള്ളവരാരാ? ഭരിക്കുന്ന വിഭാഗമാണ്. ഈ ഭരിക്കുന്ന വിഭാഗം ഇപ്പോൾ BJP ആണ്. ആ BJPയുടെ ഫിലോസോഫിക്കൽ സപ്പോർട്ട് ആരാണ്? RSS ആണ്, അല്ലെങ്കിൽ സംഘപരിവാറാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടത് നേതൃത്വത്തിന്റെ ആവശ്യമാണ്.